ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രിൻഡാൽവേം കൾച്ചറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഇതേപോലെ ഒരു പാട്ട വേണം, അതേപോലെ ഒരു മദർ കൾച്ചർ. ഇതിലാണ് എൻ്റെ മദർ കൾച്ചർ ഉള്ളത്. മദർ കൾച്ചർ ഇതേപോലെ ഒരു ചകിരി ചകിരിച്ചോറ് എന്ന് പറഞ്ഞ സാധനമാണിത്. അപ്പോൾ അതിൽ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പോൾ അത് നമ്മൾ ഇതൊന്നായിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ കുറച്ച് ഓട്സ് എടുത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ച് ഒരു പേപ്പർ വെച്ച 2 ദിവസം കൊണ്ടൊക്കെ കൂടി പൊങ്ങി വന്നുകൊണ്ട് അതിലും. അപ്പോൾ നമുക്ക് ചകിരിച്ചോറില്ല, പകരം നമ്മൾ വിമ്മിൻ്റെ സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് വെള്ളത്തിലിടുക, അതിന് ശേഷം ആ വെള്ളം കുടഞ്ഞ് ഇതെടുക്കണം. വെള്ളത്തിലിടുന്ന പറഞ്ഞാൽ ഒരു നനവ് വേണം. അപ്പോൾ ആ ഒരു അതിന് ജീവിക്കാനൊരു അന്തരീക്ഷം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ ഈ പാട്ടയിൽ ആദ്യം ഇറക്കി വെക്കുക, പിന്നെ നമ്മൾ ഈ മദർ കൾച്ചർ ഇതിലോട്ട് വിതറുക. അതാണ് അടുത്ത പരിപാടി. ഇതേപോലെ ഇപ്പോൾ ഈ തെർമോക്കോളിലൊക്കെ വെച്ചിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ ഒന്നുമില്ല. ഞാൻ ഇതേപോലെ വിതറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് ഓട്സ് ആഡ് ചെയ്യണം. ഓട്സോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഈ പട്ടിക്കൊക്കെ കൊടുക്കുന്ന പട്ടി ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കൊടുക്കാം. അങ്ങനെ എന്താണോ നമ്മുടെ അടുത്ത് ഉള്ളത് ആ ഒരു ഇത് ഫീഡായിട്ട് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഓട്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഓട്സ് കൊടുത്തു. ഓട്സ് കൊടുത്താലും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ പട്ടി ബിസ്ക്കറ്റ് ആണെങ്കിൽ അതിനെക്കാട്ടി നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതിനുശേഷം ഒരു പേപ്പർ അതിൻ്റെ മുകളിൽ വിരിച്ചിട്ടുണ്ട്. ഈ പേപ്പറിലോട്ട് അപ്പോൾ ഈ വെച്ചകൾ കയറി ഒട്ടിക്കോളും. പിന്നെ ഈ പാത്രത്തിന് കുറച്ച് ഹോൾ ഇടുക, അതായത് മൂടി വയ്ക്കുമ്പോൾ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. കാരണം എയർ സർക്കുലേഷൻ വേണം, ഈ വെച്ചകൾക്ക് ശ്വസിക്കണമെങ്കിൽ എയർ കിട്ടിയേ പറ്റുള്ളൂ.